ഹായ് ഓൾ, വെൽക്കം ടു എ സ്പോണ്ടേനിയസ് ട്രിപ്പ് വ്ലോഗ്. ഈ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരവധി കിട്ടി, അമ്മാത്തേക്ക് പോയി. അവിടെ ചെന്ന ഉടനെ ഞങ്ങളങ്ങ് തീരുമാനിച്ചു എന്നാൽ ഇന്നങ്ങ് പോയേക്കാം. അങ്ങനെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു ട്രിപ്പാട്ടോ ഇത്. ഞങ്ങൾ അന്നേരം രാവിലെ ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അത് കഴിഞ്ഞ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത 2 ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പാഞ്ചാലിമേടും ഇല്ലിക്കൽ കല്ലുമായിരുന്നു. പിന്നെ നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ അതിൽ നല്ലത് നമ്മൾ ഇലവീഴ പൂഞ്ചിറയിൽ പോകുന്നതാന്ന് തോന്നി. In 200 meters, slide left onto Irattupeeta Muttam Road. ഗോ സ്ലോ എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ആദ്യം ഓർത്തു നമുക്കിന്ന് നല്ല പണി കിട്ടിയെന്ന്. പക്ഷെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ചെറിയ റോഡാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ എത്തി. കാലാവസ്ഥ എന്തായാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്നു. ഉണ്ണിമോള് നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ പോകുന്ന വഴിക്ക് നമ്മൾ KSRTCയുടെ ഉല്ലാസയാത്രയുടെ ട്രിപ്പ് പോകുന്ന ബസ്സൊക്കെ കണ്ടു. പിന്നീട് അങ്ങോട്ട് കടകളൊക്കെ കുറവായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ കണ്ടൊരു കടയുടെ അവിടെ നിർത്തി അവരോടിങ്ങനെ ചോദിച്ചു ഇനി എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. അപ്പോഴാണ് ആ വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്കൊരു വഴിയുണ്ട് അവിടെ തടാകം കാണാനായിട്ട്. അത് കഴിഞ്ഞ് അവർ തന്നെ നമുക്ക് ജീപ്പ് വിളിച്ചിട്ട് ബാക്കി ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തന്നു. തടാകം കാണാനായിട്ട് 2 വഴി കൂടെ നമുക്ക് വരാം. ഇപ്പൊ കണ്ട കടയുടെ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് ഒരു വഴി എഴുതി വെച്ചിട്ടുണ്ട്. അതുവഴി പോയി അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നത്. ഇതിൽ നമുക്ക് ഇറങ്ങാനായിട്ടുള്ള അനുവാദമൊന്നുമില്ല. അവിടെയൊക്കെ നിന്ന് കാണാനും ഫോട്ടോ എടുക്കാനുമേ പറ്റുള്ളൂ. സവാരി മലങ്കര ഡാം വ്യൂ അവിടെ ഒരു ഗുഹയും അങ്ങനെ നമുക്ക് പോകാനുള്ള ജീപ്പ് എത്തി. ജീപ്പിൽ നമുക്ക് 3 പോയിന്റിലാണ് കൊണ്ടുപോകുന്നത്. ഒന്ന് മലങ്കര ഡാം വ്യൂ പോയിന്റ്, പിന്നെ ഒരു ഗുഹയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പ് സ്റ്റേഷൻ, അവിടെ വയർലെസ് സ്റ്റേഷനിലേക്കാണ് ലാസ്റ്റ് പോകുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് ആ ഡാം വ്യൂ പോയിന്റ് കാണാനായിട്ടാണ്. ഉണ്ണിമോളും അച്ഛനും കൂടെ ഫ്രണ്ടിലും ഞങ്ങളെല്ലാവരും ജീപ്പിന്റെ ബാക്കിലും ആട്ടോ ഇരുന്നത്. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മളിത് ആ സ്ഥലത്തെത്തി. ഇതാണ് മലങ്കര ഡാം വ്യൂ പോയിന്റ്. നമുക്ക് ആ മോളിൽ നിന്ന് കഴിയുമ്പോൾ ആ ഡാമിന്റെ ഫുള്ളൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടാ ദൂരെ ക്യാമറയെക്കാട്ടിലും സൂപ്പർ നേരിട്ട് കാണാനാണ്. വന്ന ഉടനെ ദേ ഉണ്ണിയമ്മാവൻ ഫോട്ടോ എടുപ്പിക്കാൻ തുടങ്ങി. അയ്യോ, ഇത് കാൽവറി മൗണ്ട് പോലെ ഉണ്ടല്ലേ? കളാവോ നടക്കാൻ? ഇത് കണ്ടല്ലോ. എന്റെ പൂവാര അടിച്ചു മാറ്റുന്നേ, എന്റെ പൂവാര അടിച്ചു മാറ്റിയേ. നമുക്ക് പോവാം. പൂവും കൊണ്ട് പോവാണോ? അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മുനിയറ ഗുഹയാണ്. അത് ചെറിയതായിട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട്. അതുവഴി ഇറങ്ങിയിട്ട് നമുക്ക് ഗുഹയ്ക്കുള്ളിൽ കയറി കണ്ട് ഇങ്ങനെ ഇറങ്ങാം. പിന്നെ നമ്മൾ ഷൂസ് ഇട്ടുകൊണ്ട് അതൊക്കെ അഴിച്ചിട്ട് വേണമായിരുന്നു കയറാൻ. ഇതാണ് ഗുഹയുടെ ഉള്ളിലുള്ള കാഴ്ച. നമുക്ക് ലൈറ്റൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ ഫ്ലാഷൊക്കെ അടിച്ച് നടന്ന് കയറുകയാണ്. കുറച്ച് വെള്ളമുണ്ട്, നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ഉണ്ണിമോൾ ഇറങ്ങണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ, അപ്പോൾ അവിടെ വാതുക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കാല് വാഷ് ചെയ്യിച്ചു. അത് കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് കയറുവാണ്. ഇനി അടുത്തത് 3ാമത്തെ വ്യൂ പോയിന്റിലോട്ടാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ആദ്യം നിന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇനി 3ാമത്തെ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. അതാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലം, ഇലവീഴ പൂഞ്ചിറ എന്ന് ഫേമസ് ആയിട്ടുള്ള പോലീസ് വയർലെസ് സ്റ്റേഷനുള്ള സ്ഥലം. അപ്പോൾ അവിടെ ചെല്ലാനാണെങ്കിലും 3/4 ദൂരം വരെ ജീപ്പ് എത്തും. ബാക്കി സ്ഥലത്തേക്ക് നമ്മൾ നടന്നു കയറണം. അപ്പം നമുക്ക് അവിടെ ഒരു 1/4 മണിക്കൂർ
ജീപ്പ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എത്തിയപ്പോൾ തന്നെ കണ്ണെന്താ ഇവിടെയാണ് ഇത് ഷൂട്ട് ചെയ്തത്, ഇവിടെയാണ് മറ്റേ സീൻ ഷൂട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയായിരുന്നു. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ജീപ്പ് കടത്തിവിടാതിരിക്കാനാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെക്ക് പോയിന്റ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് നടന്ന് ടോപ്പിൽ ചെന്നിട്ട് നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുള്ള സ്ഥലം കാണാം. നമ്മളിപ്പോൾ പോകുന്നത് ഇലവിഴ പുഞ്ചിറയിലേക്കാണ്. ഇനി കുറച്ച് വ്ലോഗ് ഞാൻ എടുക്കാന്ന് പറഞ്ഞ് കണ്ണെന്താ ക്യാമറ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെന്നെത്തുന്നത് ആ കാണുന്നത് നമ്മുടെ ഇലവിഴ പുഞ്ചിറ ഷൂട്ട് ചെയ്ത സ്ഥലം. ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഫോട്ടോ എടുപ്പാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതിന് പുറകിലായിട്ട് പഴയ വയർലെസ് സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റും, ആ വൈറ്റ് കളറിൽ. പിന്നെ അവിടെ ഇപ്പോഴത്തെ വയർലെസ് സ്റ്റേഷനും അതിൻ്റെ അപ്പുറത്തായിട്ടുണ്ട്. നമ്മളതെല്ലാം കണ്ടു. ഇവിടെ നിന്നാലും നമ്മൾ നേരത്തെ കണ്ട ഡാമിൻ്റെ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. പിടിക്കണ്ട, നമുക്ക് പോണ്ടേ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 3 പോയിന്റ്സും കണ്ടു. ഇനി തിരിച്ച് നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ്. ചാടി ചാടി പോവാ നമ്മള്. ഇവിടെ വന്ന് നമ്മളെല്ലാവരും ഓരോ സോഡ സർബത്തൊക്കെ കുടിച്ചു. സമയം ഇപ്പം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ടുള്ള ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുവാണ്. On the screen I see my world unfold from sandy beaches to mountains old. ഞങ്ങളിതാ ഇല്ലിക്കൽ കല്ലെത്തി. അപ്പോൾ ഇല്ലിക്കൽ കല്ലിൽ കയറാനായിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ്സ് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ജീപ്പ് സർവീസ് ഉണ്ട്. വളരെ കുറഞ്ഞ റേറ്റ് ആവുള്ളൂ. നമുക്ക് ഏകദേശം പകുതി കൂടുതൽ ദൂരം നമ്മളെ ജീപ്പിൽ ഡ്രോപ്പ് ചെയ്യും. ബാക്കി കുറച്ച് ദൂരം നമ്മൾ നടന്ന് ടോപ്പിലോട്ട് കയറണം. നല്ല സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? Jump on board, let's take a ride through the city or countryside. Flavors melting in your mouth, oh man, living life the best we can. Every click a window to a new place, smiles in every frame on every face. Inspiration is the key, from my lens to your screen, see. Together we explore it all. No dream too big, no dream too small. Jump on board, let's take a ride through the city or countryside. Flavors melting in your mouth, oh man, living life the best we can. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വന്ന 2 ഡെസ്റ്റിനേഷനും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഫോണിൻ്റെ ചാർജും തീർന്നു അത്രയും വ്ളോഗ് എടുത്തപ്പോഴത്തേക്കും. ബാക്കി വ്ളോഗ് എടുത്തത് ഉണ്ണിയമ്മാവിൻ്റെ അരിയമ്മയുടെയും ഫോണിലാട്ടോ. ഞങ്ങൾ തിരിച്ചു വരുന്ന ജീപ്പിൽ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചു. അപ്പോഴാണ് ഡ്രൈവറായിട്ട് സംസാരിച്ചത്. ചോദിച്ചു ഇവിടെ അടുത്ത് നമുക്ക് വേറെ ഡെസ്റ്റിനേഷനൊക്കെ കാണാൻ പറ്റിയതുണ്ടോ. അങ്ങനെ ചോദിച്ചപ്പോൾ നമുക്കറിയാൻ പറ്റിയത് ഇവിടെ ഒരു വാട്ടർഫോൾസും കൂടി ഉണ്ട്. അപ്പോൾ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് രസമായിരിക്കും പോയി കഴിഞ്ഞാൽ എന്ന് പുള്ളി സജസ്റ്റ് ചെയ്തു.
ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ, കട്ടിക്കയം വാട്ടർഫോൾസ്. അപ്പോൾ നമുക്കിവിടെ പാർക്കിംഗ് എവിടെയാണെന്നൊന്നും നമുക്കറിയാത്തതുകൊണ്ട് കുറച്ച് മുന്നേ ആയിട്ട് തന്നെ സ്ഥലം കണ്ടപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കി ദൂരം എന്താ നടക്കുകയാണ്. ആക്ച്വലി ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. കാരണം അധികം ആൾക്കാർ ഇവിടെ വരുന്നതായിട്ട് കണ്ടില്ല. ഞങ്ങളും വേറെ ഒരു ഫാമിലി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇറങ്ങിയ സൈഡ് കൂടാതെ കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുമ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു താഴെ ഒരു വലിയ വാട്ടർഫോൾസ് ഉണ്ട് എല്ലാവർക്കും ഇറങ്ങാൻ പറ്റുന്നത്. സമയം വൈകിട്ടായതുകൊണ്ട് പിന്നെ നമ്മൾ ഇറങ്ങാനൊന്നും പോയില്ല. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഒരു മിനി